പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടെ കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുക്കുന്നിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, ഈ തിരുവചന ഭാഗം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലും 35-ാം വാക്യത്തിലും ഓരോ വാക്യത്തോടും ചേർത്ത് വായിക്കേണ്ട ഒരു ഭാഗമാണ് 36-ാമത്തെ വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, ഇതിനകത്ത് പ്രധാനമായി കർത്താവ് 4 കാര്യങ്ങൾ ആദ്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് ആ 4ഉം കൂടെ ചേർത്ത് 5-ാമതായി ഒരു സുവർണ നിയമം ക്രിസ്തു ശിഷ്യർക്ക് നൽകുകയാണ്. ആദ്യത്തെ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. കരുണയുള്ളവർക്ക് മാത്രമേ ശത്രുക്കളെ സ്നേഹിക്കാനും നമ്മെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യാനും സാധിക്കൂ. രണ്ടാമതായി 28-ാം വാക്യം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കരുണയുടെ മനോഭാവമുള്ളവർക്കേ സാധിക്കൂ. മൂന്നാമതായി പറഞ്ഞു, ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടെ കാണിച്ചു കൊടുക്കണം. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം എടുക്കുന്നതിൽ നിന്ന് പോലും തടയരുത്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. നാലാമതായി, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മുകളിൽ പറഞ്ഞു, നിന്റെ മേലങ്കി എടുക്കുന്നവന് പുറംകുപ്പായം കൂടെ കൊടുക്കുക. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. ദൈവത്തിൻ്റെ കാരുണ്യവും ഔദാര്യവും ഉള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കൂ. ഈ 4 കാര്യങ്ങളും കൂടെ ചേർത്താൽ, അതായത് ശത്രുക്കളെ സ്നേഹിക്കുകയും ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുകയും ചെയ്യണം, രണ്ടാമത് ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മൂന്നാമത് ഒരു ചെകിടത്തടിക്കുന്നവന് മറുചെകിടുകൂടെ കാണിച്ചു കൊടുക്കണം, മേലങ്കി എടുക്കുന്നവന് പുറംകുപ്പായം എടുക്കാനും അനുവദിക്കണം, നാലാമതായിട്ട് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കണം.
നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. ഈ 4 കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് 5-ാമതായി 31-ാം വാക്യത്തിൽ കർത്താവ് സുവർണ നിയമമായി നൽകിയിരിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറണം. ഇതാണ് സുവർണ നിയമം. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം. സ്വർഗസ്ഥ പിതാവിനോട് നമ്മുടെ കുറ്റങ്ങൾ, കടങ്ങൾ, പാപങ്ങൾ ക്ഷമിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ, മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് നമുക്ക് കരുണയും ക്ഷമയും ലഭിക്കുകയില്ല. അതുകൊണ്ട് ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരാകണം എന്നതാണ്. അപ്പോഴാണ് ഈ സുവർണ നിയമം നമുക്ക് പ്രായോഗികമാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് യേശു ചോദിക്കുകയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? അതുപോലെ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ തിരിച്ച് നന്മ ചെയ്തിട്ട് എന്ത് പ്രയോജനം? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് പ്രത്യേകമായി എന്ത് മേന്മയാണുള്ളത്? അതുപോലെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും വായ്പ കൊടുക്കുകയില്ലേ? അങ്ങനെ ചെയ്യുന്നത് പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പിന്നെ എന്ത് മേന്മയാണുള്ളത്? പക്ഷേ നീ ചെയ്യേണ്ടത് 35-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. മറ്റുള്ളവർക്ക് തിന്മയ്ക്ക് പകരം നമ്മൾ നന്മ ചെയ്യണം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കണം. അവിടുന്ന് ദുഷ്ടരോടും നന്ദിഹീനരോടും കരുണ കാണിക്കുന്നു. അതുകൊണ്ട് നമ്മളും കരുണയുള്ളവരാകണം. അവസാനം അത് പൂർത്തീകരിക്കുന്നു 36-ാം വാക്യത്തിൽ, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, കരുണയുള്ളവരായാൽ മാത്രമേ കർത്താവ് നൽകുന്ന ഈ സുവർണ നിയമം പാലിക്കാനും തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനും സാധിക്കുകയുള്ളൂ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പക്ഷെ എന്താണ് ഈ കരുണ? ദൈവത്തിന് നമ്മളോടുള്ള മനോഭാവവും സമീപന രീതിയുമാണ് കരുണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമ്മളോട് ദയ കാട്ടുകയും അലിവ് തോന്നുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്ക് തക്ക ശിക്ഷ നമ്മുടെ മേൽ വരുത്തുന്നില്ല. അവിടുന്ന് ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നു. പഴയ നിയമത്തിലും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി കൂടെ നടന്ന് പരിപാലിച്ച് നയിച്ച ദൈവം, ജനം തുടരെ തിന്മ ചെയ്തിട്ടും അവരെ ഉപേക്ഷിക്കാതെ അവരെ പിന്തുടർന്ന് പരിപാലിച്ച് നയിച്ച ദൈവം, ആ കരുണ, ഈ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണയുടെ പൂർണ്ണതയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ പ്രത്യേകിച്ച് നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ശിക്ഷ നമ്മുടെ മേൽ വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്ക് ദൈവം പരിഹാരം ചെയ്യുന്നു. ദൈവം തൻ്റെ പുത്രന്റെ കുരിശു മരണത്തിലൂടെ, കുരിശിലെ യാഗത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. അതെ, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് നമ്മളോട് കാട്ടുന്ന ദയ, അലിവ്, ദീർഘക്ഷമ, കുറ്റങ്ങളും തെറ്റുകളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം. അതുപോലെ നമ്മുടെ തെറ്റുകൾക്ക്, പാപങ്ങൾക്കൊത്ത് നമ്മളെ ശിക്ഷിക്കാത്ത ദൈവം, നമ്മെ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവം, അതിലുമുപരിയായി നമ്മുടെ പാപങ്ങൾക്ക് സ്വയം പരിഹാരം ചെയ്യുന്ന ദൈവം. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക്, ദുഷ്ടരായ നമ്മുടെ പാപങ്ങൾക്ക് ദൈവം പരിഹാരം ചെയ്യുന്നു. അതായത് നമ്മുടെ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ ദൈവം ഏറ്റെടുക്കുന്നു. തൻ്റെ പുത്രൻ്റെ പീഡാസഹനം, കുരിശുമരണം, അതാണല്ലോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം. പുത്രൻ തമ്പുരാനിലൂടെ ദൈവപിതാവ് നിറവേറ്റി. ദൈവപിതാവിൻ്റെ കരുണയുടെ പൂർണ്ണതയാണ് പുത്രൻ. അതിലുപരി കരുണയോടെ അനർഹമായ കൃപ ചൊരിയുന്നവനാണ് ദൈവം. യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. ദൈവത്തിൻ്റെ കരുണയുടെ
മനോഭാവം നമ്മൾ പുലർത്തിക്കൊണ്ട് കരുണയോടെ മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ നൽകുക. പാപികളുടെ മേൽ കരുണയും കൃപയും ചൊരിയുന്ന കർത്താവിൻ്റെ മനോഭാവത്തോടെ നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട്, നമുക്കെതിരെ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്തുകൊണ്ട്, ലൂക്ക 6:27 മുതൽ 36 വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ കർത്താവ് നമുക്ക് നൽകിയ സുവർണ നിയമം സ്വന്തമാക്കാം. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നോ അതുപോലെ മറ്റുള്ളവരോട് പെരുമാറുവാനും, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനും, നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനും, അങ്ങനെ സ്വർഗത്തെ പിതാവിൻ്റെ മക്കളായി ഇഹലോകത്ത് ജീവിച്ച് അവിടത്തേക്ക് സാക്ഷ്യമാകുവാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.